വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കി ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ 50, 60, 20 കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് വാങ്ങില്ലേ ഒരു പേപ്പറിലെ, അതിന് പകരം നമുക്ക് ഒരു 3 സാധനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ 3 മതി, അല്ലെങ്കിൽ 2 മതി, 3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിക്കർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആവശ്യമായത് കത്രിക വെട്ടാൻ, പിന്നെ എന്താ സെല്ലോ ടാപ്പ്, പിന്നെ ഇത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ അറിയില്ലേ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടി വെക്കുന്നത്. പക്ഷെ ഇത് ബട്ടർ പേപ്പർ അല്ല, നെയിം സ്ലിപ്പിൻ്റെ മറ്റേ ബാക്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കിട്ടില്ലേ അതാട്ടാ. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ മുഴുകി വെച്ചാൽ മതി, ഒട്ടിപ്പ് പോവാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നതാണ്. അതേപോലെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അതിമന്ന് ഇങ്ങനെ പ്രിൻ്റ് അതിമന്ന് വെട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. കണ്ട ഇതിൻ്റെ ഒട്ടി പോകാണ്ട് ഞാൻ ഈ മറ്റേ നെയിം സ്ലിപ്പിൻ്റെ ആ ബാക്കത്തെ സാധനം ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സുകളുടെ പേര് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് എൻ്റെ ഫസ്റ്റ് എൻ്റെ നെയിം വെച്ചുണ്ടാക്കിയിട്ടുണ്ട് ഫാത്തിമ. പിന്നെ ഐഷ് ഉണ്ടാക്കിയതാട്ടോ, മിൻഹ വന്നിട്ട്. കുഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ അവിടെ, കണ്ട് കാണണമെന്ന് എനിക്കറിയില്ല. പോയി അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ ഫസ്റ്റ് ആവശ്യമുള്ളത് കളി ബുക്ക് കിട്ടാം. ഏത് ബുക്ക് വേണമെങ്കിലും എടുക്കാം, വര ഇട്ടത് എടുക്കാം. ഞാൻ വര ഇട്ടതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വര ഇട്ടത് എടുക്കാം, ഇങ്ങനത്തെ വര ഇട്ടത് എടുക്കാം. ഇത് പിന്നെ ഞാൻ A4 ഷീറ്റ് മുന്നേ എപ്പോഴോ ഉണ്ടാക്കിയിട്ടൊരു ബുക്കാട്ടോ. ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബുക്ക് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്, കുറച്ച് പേജുകളൊക്കെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാക്കി ഞാൻ ഉണ്ടാക്കാൻ മുമ്പ് അപ്പോൾ ഞാനൊരു പേജ് ആദ്യം സെലക്ട് ചെയ്യാം. ആ റെഡിന്ന് വെച്ചിട്ടാട്ടോ ഇത്. അപ്പോൾ എന്ത് ചെയ്തുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നെയിമോ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കല്, വരച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുള്ളതുപോലെ ആക്കാം. നമുക്കിത് ഇത് അനുസരിച്ചിട്ട് ഇത് വെട്ടിയെടുക്കാം കേട്ടോ. ഇത് മിനിമം കുഞ്ഞിതാക്കി വെട്ടേണ്ടതാണ് നല്ലത്, കാരണം നമ്മളിത് സ്റ്റിക്കർ ഉണ്ടാക്കി വരുമ്പോൾ ഇത് വലുതാവും കേട്ടോ. ഇത് നെയിം ഇതേപോലെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നൊക്കെ ഒന്നും കൂടി കൂടും. അപ്പം നമുക്ക് സെല്ലോ ടാപ്പ്, ഞാൻ എവിടെ ലാസ്റ്റ് സെല്ലോ ടാപ്പ് കൊടുക്കാം. നമ്മളില്ലേ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സെല്ലോ ടാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഈ പേര് എഴുതിയതിൻ്റെ ഇപ്പുറത്തും കുറച്ചും കൂടി കൂടുതലായിട്ട് ഒട്ടിക്കുക. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒട്ടിച്ച് കാണിച്ചത്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ കണ്ട ബാക്കിയുള്ള ഭാഗമൊക്കെ കുറച്ചും കൂടി കൂടുതലാക്കി ഒട്ടിക്കാൻ നോക്കുക. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇത് ഒട്ടിക്കും. നമുക്ക് ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം, പക്ഷെ ഇങ്ങനെ കുറച്ച് ഭാഗം വേണം കേട്ടോ നമുക്ക്, അങ്ങനെയെങ്കിൽ ഇത് സ്റ്റിക്കർ ആവില്ല. ഇനി നമുക്ക് തുണ്ടം ഇതും കീറിക്കണം. സ്റ്റിക്കർ ഐസ് ഒട്ടിച്ച് കാണിച്ചു തരട്ടാ. ഇങ്ങനെ ആ പേപ്പർ റിമൂവ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ വേറെ ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. അതായത് ഇതുണ്ടാക്കാൻ പോകുന്നത് ഞാൻ വരച്ചിട്ടല്ല, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് ബുക്കിൽ നിന്ന് എടുത്തത്
അതിൻ്റെ അടുത്തുണ്ട്. ഇത് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ടാപ്പ് ഇത് മോഡൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പറ്റില്ല. ഇത് നീട്ടി വെട്ടിക്കാട്ടെ, അല്ലെങ്കിൽ അത് ബാക്കി സ്പേസ് ഇങ്ങനെ വരില്ല. നമുക്കത് വെട്ടിയെടുക്കുക. ഇത് ഞാനൊക്കെ ബാക്ക് കാണിച്ചാൽ ഇത് ഇങ്ങനെ ഒന്ന് ഇതാക്കി തന്നെ വേണം. ഈ സാധനങ്ങൾ വരും. ഇതിങ്ങനെ എടുക്കുക. നമ്മളൊരു പ്ലേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇനി അടുത്തത് ഐസ് ഉണ്ടാക്കട്ടാ. ഞാൻ വെട്ടിത്തരാം ടമ്മാണ്. ലവ് ഞാൻ വെട്ടട്ടാ. ഐശുവിന് വെട്ടാൻ അറിയോ? അറിയൂല. ഇത് ലവ് ആണോ നമുക്കറിയില്ലേ? എന്തോ സാധനം ലവ് കണ്ട. ലവിൻ്റെ ഷേപ്പ് ഒക്കെ ലവ് തന്നെയാ. ഒട്ടിച്ചോ. ഒട്ടി അതൊട്ടി. നമുക്ക് ലവ് അപ്പം റെഡിയായി. ഞാനത് പറിച്ചെടുക്കുന്നു. നമുക്കിത് വെട്ടിക്കൈ ഒന്നിക്കൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പകുതി മുക്കാലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാണ്ട് കേട്ടോ പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് ഞാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പുറത്തെ ബെൽ ബട്ടൺ ഒന്ന് നക്കിക്കോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളൊരു അടുത്ത വീഡിയോയ്ക്ക് വരുന്നത്. ടാറ്റാ.